നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഇഡി റെയ്ഡ്. ഇന്ന് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലടക്കം 8 ഇടങ്ങളിലാണ് ഇന്ന് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ വീടുകളിലടക്കം മറ്റു കമ്പനികളിലടക്കമാണ് ഇന്ന് രാവിലെ മുതൽ ഇഡി റെയ്ഡ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി അവിടെ കൃത്യമായി എത്തി അവിടെ അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കം നേരിട്ട് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള റെയ്ഡ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് വീണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാസപ്പടി വിവാദവും വീണയുടെ കമ്പനിയും അതിലെ പല ദുരൂഹമായിട്ടുള്ള ഇടപാടുകളെ കുറിച്ചിട്ടൊക്കെയുള്ള അന്വേഷണത്തിലാണ് ഇഡി. ഇപ്പോൾ 3ാം തവണയാണ് ഇപ്പോൾ ഇഡിയുടെ ഒരു റെയ്ഡ് നടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഏകദേശം 8 ഇടങ്ങളിലാണ് ഇഡിയുടെ റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 8 മണിക്ക് തന്നെയാണ് റെയ്ഡ് ആരംഭിച്ചത്. രാഷ്ട്രീയ വ്യവസായ മേഖലകളിൽ വലിയ കൊടുങ്കാറ്റുയർത്തിയ കരിമണൽ മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു റെയ്ഡ് നടക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കോഴിക്കോട് ഉൾപ്പെടെ 8ഓളം കേന്ദ്രങ്ങളിലാണ് ഇഡി ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ മുതൽ തന്നെ മിന്നൽ പരിശോധന ആരംഭിച്ചത്. കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഇത് 3ാം തവണയാണ് ഇഡി സംസ്ഥാനത്ത് വ്യാപക പരിശോധന നടത്തുന്നത്. കേസിലെ നിർണായക അറസ്റ്റുകൾ ഇനി ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ് ഇഡി ഈ റെയ്ഡിലൂടെ പറഞ്ഞു വെക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ റെയ്ഡുകളിൽ ഭൂരിഭാഗവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് 4-അംഗ പ്രത്യേക സംഘമാണ് കോഴിക്കോട്ടെ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇന്നലെ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കം ഇന്നലെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അവരവിടെ ക്യാമ്പ് ചെയ്താണ് ഇപ്പോൾ നടക്കുന്ന ഇഡി റെയ്ഡ് ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിരാവിലെ തന്നെ ഈ റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ശേഖരിക്കുകയാണ് പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തും മുൻ DTPC കോർഡിനേറ്ററുമായ നന്ദുലാലിന്റെ വസതിയിലും ഇഡി സംഘം പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഈ പേരുകളൊന്നും തന്നെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും ഉയർന്നു കേൾക്കാത്ത പേരുകളാണ്. അപ്പോൾ ഈ DTPC കോർഡിനേറ്ററും കൂടിയാണ് നന്ദുലാൽ. അദ്ദേഹത്തിന്റെ വസതിയിലും ഇഡി സംഘം പരിശോധന നടത്തുന്നുണ്ട്. നന്ദുലാലിനെ മാസപ്പടി കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രമുഖരുമായുള്ള സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ചും മുൻകാല ഇടപാടുകളെക്കുറിച്ചും ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഇദ്ദേഹത്തിന്റെ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ നേതാവ് നിഖിലിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. റിയാസിന്റെ കൂട്ടുകാരനാണ് ഈ പറയുന്ന നിഖിലും. മാസപ്പടി കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള അവസാനഘട്ട തെളിവെടുപ്പിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ റെയ്ഡുകൾ എന്നാണ് സൂചന. പ്രതികളാക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വിചാരണയ്ക്ക് മുന്നോടിയായി കൃത്യമായ ചാർജ് ഷീറ്റ് നൽകുന്നതിന് കൃത്യമായ ഡിജിറ്റൽ സാമ്പത്തിക തെളിവുകൾ ആവശ്യമാണ്. അതിനുള്ള നിർണായക തെളിവുകൾ കണ്ടെത്തുകയാണ് ഇഡിയുടെ പ്രാഥമിക ലക്ഷ്യം. KMML, KSIDC എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കരിമണൽ കമ്പനിയായ CMRLനും ഇടയിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ വൻതോതിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഇഡിയുടെ പ്രാഥമിക കണ്ടെത്തൽ. സേവനങ്ങൾ നൽകാതെ തന്നെ കോടിക്കണക്കിന് രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ കേസിലെ പ്രധാന വിഷയം. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന റെയ്ഡ് കേരളത്തിലടക്കം ഇഡി ആക്രമിക്കുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് പിണറായി വിജയൻ താമസിക്കുന്ന വസതിയിലും അദ്ദേഹത്തിന്റെ കണ്ണൂരിലുള്ള വീട്ടിൽ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലൊക്കെയായിരുന്നു അന്ന് റെയ്ഡ് നടന്നത്. അന്ന് CPM പ്രവർത്തകരടക്കം വലിയ രീതിയിൽ റെയ്ഡ് നടക്കുന്ന സ്ഥലങ്ങൾക്ക് പുറത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതും പിന്നീട് പിണറായി വിജയന്റെ വസതിയിൽ നിന്ന് ഇഡി ഉദ്യോഗസ്ഥർ അവരുടെ കൃത്യമായിട്ടുള്ള ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നതിനിടയിൽ അവരെ ആക്രമിക്കുന്ന സ്ഥലത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്ന ഇടങ്ങളിൽ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള CPM പ്രവർത്തകരുടെ പ്രതിഷേധവും കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇതിനോടകം തന്നെ CMRL അനധികൃതരിൽ നിന്നും ബാങ്ക് അധികൃതരിൽ നിന്നും നിരവധി രേഖകൾ ഇഡി പിടിച്ചെടുത്തിട്ടുണ്ട്. മുമ്പ് നടത്തിയ പരിശോധനകളിൽ ലഭിച്ച വിവരങ്ങളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ വ്യക്തികളിലേക്കും സ്ഥാപനങ്ങളിലേക്കും അന്വേഷണം നീണ്ടിരിക്കുന്നത്. വിവിധ കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾക്ക് മധ്യസ്ഥത വഹിച്ചവർ, മുൻകാലങ്ങളിൽ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചവർ തുടങ്ങിയവരെല്ലാം ഇഡിയുടെ നിരീക്ഷണത്തിലാണ്. ഇന്നത്തെ റെയ്ഡിൽ ലഭിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്നാണ് വിവരങ്ങൾ.
രാവിലെ മുതൽ ആരംഭിച്ച റെയ്ഡ് മണിക്കൂറുകളായി തുടരുകയാണ്. കേന്ദ്രസേനയുടെ കനത്ത സുരക്ഷയിലാണ് ഉദ്യോഗസ്ഥർ ഓരോ കേന്ദ്രങ്ങളിലും പരിശോധന പൂർത്തിയാക്കുന്നത്. പ്രാദേശിക പോലീസിനെ മുൻകൂട്ടി അറിയിക്കാതെ തികച്ചും രഹസ്യമായാണ് ED സംഘം പരിശോധനയ്ക്കായി എത്തിയത്. അതേസമയം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള നീക്കമാണിതെന്ന ആരോപണവുമായി ഭരണകക്ഷി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ സാമ്പത്തിക തട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം മുൻനിർത്തി മാത്രമാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നാണ് അന്വേഷണ ഏജൻസികളുടെ വിശദീകരണം. വരും ദിവസങ്ങളിൽ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കാനാണ് EDയുടെ തീരുമാനം. അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതോടെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള തിരക്കിൽ കൂടിയാണ്. അതിനെയൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ഇത്തരത്തിൽ ഇപ്പോൾ ഈ റെയ്ഡ് നടന്നിരിക്കുന്നത്? ഏതായാലും ഏതൊക്കെ പ്രമുഖർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ വ്യക്തത വരും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 തവണയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. കൂടാതെ CMRലുമായി ബന്ധപ്പെട്ട് മറ്റു വ്യക്തികളെയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു. ഇത്തവണത്തെ പരിശോധനകൾ പ്രധാനമായും കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. പരിശോധനകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ഇത്തവണ മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ വീടുകളിലടക്കം മറ്റു പല കമ്പനികളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവിടെ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണയൊക്കെ റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ CPM പ്രവർത്തകർ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമായിരുന്നു അവർക്ക് വേണ്ട തെളിവുകളൊന്നും തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊന്നും ഒന്നും കിട്ടിയില്ല എന്നുള്ളത്. എന്നാൽ കൃത്യമായിട്ട് EDക്ക് വേണ്ട രേഖകളൊക്കെ തന്നെ കഴിഞ്ഞ റെയ്ഡ് നടന്നപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്.